മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയെക്കുറിച്ചും ഓഹരി നിക്ഷേപകരുടെ സംശയങ്ങളെക്കുറിച്ചും മാർക്കറ്റ് വാച്ച് മറുപടി നൽകുന്നു. ലാസ്റ്റ് വീക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചും ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചും ഒരു ക്രൂഷ്യൽ തന്നെയായിരുന്നു. ഒന്ന് RBIയുടെ മോണിറ്ററി പോളിസി, രണ്ട് ബഡ്ജറ്റ്. രണ്ടും മാർക്കറ്റിനെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യാതെ കടന്നുപോയി. മാർക്കറ്റിന് പലപ്പോഴും ബഡ്ജറ്റിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളായിരിക്കാം. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് ഉയരാൻ പലപ്പോഴും ബഡ്ജറ്റിന് കഴിയാറുമില്ല. പ്രത്യേകിച്ചും ഈ ഒരു അവസരത്തിൽ വളരെയധികം സമ്മർദ്ദത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിൽ നിന്നും നമ്മൾക്ക് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനും പാടില്ല. ഒരു എക്കണോമിക് ക്രൈസിസിലൂടെയാണ് ലോകം മുഴുവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഇന്ത്യ നേരിടുന്ന പ്രശ്നം? ഒന്ന്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് വളരെയധികം കൂടി നിൽക്കുന്നു, കുറഞ്ഞു വരുന്ന GDP, അതുപോലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കുറയുന്നു, അഗ്രികൾച്ചർ മേഖല വളരെ തളർച്ചയിലാണ്. അപ്പോൾ ഇതിനൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലൊരു ബഡ്ജറ്റ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഭൂരിപക്ഷമില്ലാത്തൊരു ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ കൂടുതൽ ടാക്സേഷൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അത് ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ നല്ലൊരു ബഡ്ജറ്റ് തന്നെയാണ് ഇപ്രാവശ്യം പ്രണബ് മുഖർജി അവതരിപ്പിച്ചത്. ഇതിൽ നമ്മൾ ഈ ബഡ്ജറ്റിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വളരെയധികം മാർക്കറ്റിനെ അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റാണ് പ്രധാനമായിട്ടും ഇന്ത്യ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം അതിനുവേണ്ടി സെക്ടർ ഫിനാൻസിങ്ങിന് വേണ്ടി 60,000 കോടി രൂപയുടെ ഒരു ടാക്സ് ഫ്രീ ബോണ്ട് അനുവദിച്ചു. അത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വളരെയധികം ഇന്ത്യ അർഹിക്കുന്നുണ്ട്. രണ്ടാമതായി, ഇന്ത്യ അഗ്രികൾച്ചർ രാജ്യമാണ്. അഗ്രികൾച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അഗ്രികൾച്ചർ മേഖലയെല്ലാം തന്നെ ഇപ്പോൾ ഒരു ക്രൈസിസിലാണ്, ചെറിയ രീതിയിലെങ്കിലും. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഇൻക്രീസ് ചെയ്തു. അതും വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾക്ക് കാണേണ്ട കാര്യമാണ്. പ്രധാനമായിട്ടും മൂന്നാമതായി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യം, 10 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് 50,000-ൽ ഓഹരി നിക്ഷേപത്തിന് 50% ടാക്സ് റിബേറ്റ് കൊടുത്തു എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു തൊട്ടുകൂടാത്ത മേഖലയാണ് എന്ന് പറയുന്ന സമയത്ത് ഓഹരി വിപണിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് കൂടുതൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വരാൻ വേണ്ടി ഇന്ത്യയിലെ വളരെ വളർച്ചയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്കീം എന്ന് വേണമെങ്കിൽ രാജീവ് ഗാന്ധി ഇക്വിറ്റി സ്കീം കൊണ്ടുവന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ ബ്രോക്കിംഗ് ഇൻഡസ്ട്രി കാണുന്നത്. കാരണം പലപ്പോഴും നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്നു. മന്ത്ലി 30,000 35,000 സാലറി ഉള്ള ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് മന്ത്ലി 4,000 to 5,000 rupees ഇന്ത്യയിലെ വളരെ നല്ല കമ്പനികൾ, ഈ കമ്പനികൾ തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമ്മൾക്കുണ്ട്. വളരെ വളർച്ചയുള്ള കമ്പനികൾ, അതിൻ്റെ ട്രാക്ക് പരിശോധിക്കുക, കഴിഞ്ഞകാല പെർഫോമൻസ് പരിശോധിക്കുക, വരാനിരിക്കുന്ന അവരുടെ പെർഫോമൻസ്, മാനേജ്മെൻറ്റിൻ്റെ സ്കില്ല്, ഇതൊക്കെ പരിഗണിച്ച് വളരെ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം. മന്ത്ലി 5,000 rupees ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ഇയർലി 60,000 rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 50% ആണ്. 50,000 50% ടാക്സ് റിബേറ്റ് കിട്ടുന്നു. അത് വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഒന്ന്, സ്റ്റോക്ക് മാർക്കറ്റിനെ ഹെൽപ്പ് ചെയ്യാനായി അല്ലെങ്കിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂട്ടാനായി സെൻട്രൽ ഗവൺമെൻറ് എടുത്തൊരു തീരുമാനമാണ്. പലപ്പോഴും FIS ഡ്രിവൺ ആയിട്ടുള്ളൊരു മാർക്കറ്റാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ ജനസംഖ്യയുടെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് കൂടുമ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുതലായിട്ട് വരുന്നത് FI ഡ്രിവൺ ആയിട്ടുള്ളൊരു മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് റീറ്റെയിൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യത ഇതിൽ നിന്നും നമ്മൾ തെളിയുന്നുണ്ട്. സർവീസ് ടാക്സ് 10-ൽ നിന്നും 12% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതേസമയത്ത് STT 20% കുറച്ചു. അപ്പോൾ അതൊരു പോസിറ്റീവും നെഗറ്റീവും അല്ലാത്ത ഒരു ഇമ്പാക്റ്റാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കിയത്. ഏവിയേഷൻ സെക്ടറിൽ 51% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുന്നു. അതുപോലെ മൾട്ടി റീറ്റെയിൽ 51% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുന്നു. ഇതൊക്കെ വരാനിരിക്കുന്ന നടപടികളാണ്. അതുപോലെ മൈക്രോ ഫിനാൻസിന് കൂടുതൽ കൺട്രോൾ ഉദ്ദേശിക്കുന്നു. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് വഴി 30,000 crore സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ലാസ്റ്റ് ബഡ്ജറ്റിലും ഇതുപോലെ വലിയ ടാർഗറ്റ് വെച്ചിരുന്നു. എന്നാൽ അച്ചീവ്മെൻറ്റ് വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ അച്ചീവ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതും വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് അച്ചീവ്മെൻറ്റ് നടന്നത്. നമുക്ക് ലാസ്റ്റ് ONGCയുടെ ഇഷ്യൂ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനൊക്കെ സക്സസ് ആകാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ചൊരു ഹയർ ലെവലിലേക്ക്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഓവറോൾ ഇന്ത്യൻ എക്കോണമിയിൽ ഒരു ഗ്രോത്ത് വരികയാണെങ്കിൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഹയർ ലെവൽ മൂവ് ചെയ്തെങ്കിൽ മാത്രമേ
ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഗവൺമെൻറ് നടത്തിക്കൊണ്ട് പോകാൻ ഗവൺമെൻറ്റിന് സാധിക്കുകയുള്ളൂ. ഇതിൽ എക്സൈസ് ഡ്യൂട്ടി 2% കൂട്ടി, എന്നാൽ കോർപ്പറേറ്റ് ടാക്സ് കൂട്ടിയില്ല. ഇങ്ങനെ കുറേ പോസിറ്റീവായിട്ടുള്ള വളരെയധികം കാര്യങ്ങളുണ്ട്. അതേസമയം ചെറിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഇപ്പോഴുമുണ്ട്. അപ്പോൾ ഓവറോൾ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ നല്ലൊരു ബഡ്ജറ്റ് എന്ന് വേണം ഈ ഒരു ബഡ്ജറ്റിനെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആംഗിളിൽ നിന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ വലിയ ദോഷമില്ലാത്തൊരു ബഡ്ജറ്റാണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിന് ഒട്ടനവധി പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന് വേണം ഇതിനെ പറയാനായിട്ട്. രണ്ടാമതായിട്ട് ഡീസൽ ഡീറെഗുലേഷനെ കുറിച്ച് രംഗരാജൻ സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഡീറെഗുലേഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം പല സ്കീമും പാർലമെൻറ്റിൽ വരുമ്പോൾ പാസ്സാകാതെ പോകുന്നു. കാരണം മെജോറിറ്റി ഇല്ലാത്ത ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡീറെഗുലേഷനൊന്നും അതല്ലെങ്കിൽ ഈ ഒരു പുതിയ പോളിസികൾ നടപ്പിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ ശരിക്കും ഗവൺമെൻറ് പല പോളിസി ഡിസിഷൻ എടുക്കുന്നതിലും പലപ്പോഴും പുറകോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് വീക്ക് പോസിറ്റീവ് എന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. കുറച്ച് 2 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും FIS ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ആക്റ്റീവായി. 5400 crore ബൈയിങ് ആണ് FIS. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 2247 crore സെല്ലിംഗ് ആണ്. ഇതിൽ ഫ്രൈഡേ മാത്രം 887 crore FIS ബൈയിങ്ങും 770 crore ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് ആണ്. അപ്പോൾ ബഡ്ജറ്റ് ദിവസത്തിൽ പോലും FIS ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ നല്ല ഒരു ബൈയിങ് നടത്തി എന്നുള്ളത് നമ്മൾക്ക് പോസിറ്റീവായിട്ട് കാണാം. മാർക്കറ്റ് ടെക്നിക്കലി 5200 തന്നെയാണ് വീണ്ടും ഒരു ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. ഒരു മൂവിംഗ് റേഞ്ച് ഞാൻ നേരത്തെ ലാസ്റ്റ് വീക്ക് പറഞ്ഞു. 5200 to 5600 ആണ് ഒരു മൂവിംഗ് റേഞ്ച്. ലാസ്റ്റ് വീക്ക് 5500 to 5600 ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. മാർക്കറ്റ് 5500 വന്നതിന് ശേഷമാണ് മാർക്കറ്റിൽ ഒരു കറക്ഷൻ നേരിട്ടത്. അപ്പോൾ അടുത്തൊരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് 5200 ആണ്. 5050 to 5200 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് സോൺ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. ആ ഒരു ലെവൽ റീറ്റെയിൽ നിക്ഷേപകർക്ക് ഒരു റീ എൻട്രി പോയിന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. 5600 ആണ് വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഈ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ മൂവ് ചെയ്യാം. ഗ്ലോബൽ ന്യൂസുകളെല്ലാം തന്നെ ഇനി മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഗ്ലോബൽ എക്കോണമിയിൽ നിന്ന് വരുന്ന ന്യൂസുകളായിരിക്കും. ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് US-ൽ നിന്നും യൂറോപ്പിൽ നിന്നും വരുന്ന ന്യൂസുകൾ ഇനി മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം മാർച്ചിൽ മേജറായിട്ടുള്ള 3 ന്യൂസുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഇലക്ഷൻ റിസൾട്ട്, അതുപോലെ തന്നെ RBIയുടെ മോണിറ്ററി പോളിസി, ബഡ്ജറ്റ്. ഈ 3 ന്യൂസും ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഗ്ലോബൽ മാർക്കറ്റിനനുസരിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മേജർ സപ്പോർട്ട് സോൺ 5050 to 5200 എന്ന് പറഞ്ഞ മേജർ സപ്പോർട്ട് സോൺ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു എൻട്രി പോയിന്റ് ആണ്. 5500 to 5600 എന്ന് പറയുന്ന ഒരു എക്സിറ്റ് പോയിന്റ്, അതല്ലെങ്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് പോയിന്റ്. ഈ ഒരു 2 ലെവലുകൾ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ ഇത് ഒരു ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അടുത്തതായി നിക്ഷേപകരുടെ ഇമെയിൽ പരിഗണിക്കുന്നു. ഇതിൽ ഗോപാലകൃഷ്ണൻ്റെ ലെറ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റ് തന്നെ. അദ്ദേഹം ഒരു നിഫ്റ്റി ട്രേഡറാണ്. അദ്ദേഹം അടുത്തൊരു 3 months മാർക്കറ്റിൻ്റെ ഒരു മൂവിങ് റേഞ്ച് എന്താണ്, 5200 ലെവൽ എൻട്രി ചെയ്ത് അദ്ദേഹം ഒരു എക്സിറ്റ് കിട്ടി. അടുത്തൊരു എൻട്രി ലെവൽ എവിടെയാണ്, അടുത്തൊരു 3 months മാർക്കറ്റ് നിഫ്റ്റി ഏത് ലെവൽ മൂവ് ചെയ്യാനാണ് സാധ്യത എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓൾറെഡി ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. മേജർ ഒരു സപ്പോർട്ട്സ് ഓൺ 5200. മാർക്കറ്റിൻ്റെ ഒരു മൂവിങ് റേഞ്ച് എന്ന് പറയുന്നത് 5200 to 5600 ആണ്. ഒരു അടുത്തൊരു 3 months മാർക്കറ്റിൻ്റെ മൂവിങ് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അനലൈസ് ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം പലപ്പോഴും ഞാൻ പറയാറുണ്ട്, അതാത് സമയങ്ങളിൽ വരുന്ന ന്യൂസുകളാണ് മാർക്കറ്റിനെ ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലയിൽ മാർക്കറ്റിൻ്റെ ഒരു മൂവിംഗ് റേഞ്ച് 5050 to 5600 ആണ്. അപ്പോൾ 5050 to 5200 എന്ന് പറയുന്ന ലെവൽ ഒരു എൻട്രി ലെവലും 5500 to 5600 എന്ന് പറയുന്ന ഒരു എക്സിറ്റ് പോയിന്റുമായിട്ട് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യാൻ അതാത് സമയങ്ങളിൽ വരുന്ന പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ന്യൂസുകൾ മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കും. ഇനി പ്രധാനമായിട്ടും ഗ്ലോബൽ ന്യൂസുകൾ തന്നെയായിരിക്കാം ഇന്ത്യൻ മാർക്കറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ മാർക്കറ്റിൽ അതാത് സമയങ്ങളിൽ വരുന്ന ന്യൂസുകൾ നന്നായി സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. അതുപോലെ മാർക്കറ്റ് വാച്ച് ഒരു വീക്കിലി പ്രോഗ്രാമാണ്. ഓരോ വീക്കിലി മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ് മാർക്കറ്റ് വാച്ചിലൂടെ തന്നെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് പോലും 5200 ഒരു എൻട്രി ലെവൽ, 5500 to 5600 ഒരു എക്സിറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വീക്ക് 5500 വരെ മാർക്കറ്റ് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ കറക്ഷൻ സംഭവിച്ച് 5300 ലെവലിനടുത്തേക്ക് വന്നിരിക്കുന്നത്. അടുത്തൊരു എൻട്രി പോയിന്റ് 5200 തന്നെയാണ്.
അടുത്തത് ജേക്കബിൻ്റെ മെയിലാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് കുറച്ച് സ്റ്റോക്കുകൾ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. ഈ സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി സൗണ്ട് ആണോ, ഈ സ്റ്റോക്കുകൾ അടുത്തൊരു എൻട്രി ലെവലാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസ് 2000 കറണ്ട് ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിൾ അല്ല ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. 2780 ആൻഡ് 2700 ഈ രണ്ട് ലെവൽ തീർച്ചയായിട്ടും ഒരു എൻട്രി പോയിന്റ് തന്നെയാണ്. 2965 സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. മാർക്കറ്റ് വാച്ച് തന്നെ 2200 ലെവലിലൊക്കെ ഇൻഫോസിസ് വളരെ സ്ട്രോങ് റെക്കമെൻഡേഷൻസ് കൊടുത്താണ്. അതിനുശേഷം 3000 ലെവൽ വരെ ഹയർ ലെവലിലേക്ക് ഇൻഫോസിസ് മൂവ് ചെയ്ത് വന്നിരുന്നു. ഇപ്പോഴത്തെ കറണ്ട് ലെവൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ബൈ അഡ്വൈസബിൾ അല്ല. അതുകൊണ്ട് തന്നെ 2780 ആൻഡ് 2700 ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിൾ ആണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ദെൻ ONGC ആണ്. ONGC എൻട്രി ലെവൽ 255 ആൻഡ് 240. ഈ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇഷ്യൂവിന് ശേഷം കുറച്ചൊരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്തിരുന്നു. അടുത്തൊരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എൻട്രി ലെവൽ എന്ന് പറയുന്നത് 255 ആൻഡ് 240 ആണ്. 295 സ്റ്റോക്കിൽ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് പരിഗണിക്കാം. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു മേജർ സപ്പോർട്ട് സോൺ 711 ആണ്. 711 ദെൻ 667 ഈ രണ്ട് ലെവൽ സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ദെൻ 830 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യണം. ആ ഒരു ലെവൽ ബ്രേക്ക് ആണെങ്കിൽ അഗൈൻ ഒരു 30 റുപ്പീസിൻ്റെ ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. 860 ഒരു മേജർ റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. 830 എന്ന് പറയുന്ന ലെവൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച്. ഒരു മൈനർ റെസിസ്റ്റൻസ് 830 ലെവലിലുണ്ട്. സപ്പോർട്ട് സോൺ 711 ആൻഡ് 667 രണ്ട് സപ്പോർട്ട് സോണായിട്ടും ഹോൾഡ് ചെയ്യുന്നു. ദെൻ കോൾ ഇന്ത്യ ആണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇദ്ദേഹത്തിൻ്റെ സെലക്ഷൻ എല്ലാം ഫണ്ടമെൻ്റലി സൗണ്ടാണ്. മറ്റ് നിക്ഷേപകർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു ലെവൽ വരുമ്പോൾ പരിഗണിക്കാം. കോൾ ഇന്ത്യ 329 ആൻഡ് 315 രണ്ട് സപ്പോർട്ട് ലെവൽ. അദ്ദേഹത്തിന് ഒരു എൻട്രി പോയിന്റ് ആയിട്ട് ഈ രണ്ട് ലെവൽ പരിഗണിക്കാം. 360 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ സുസ്ലോൺ ആണ്. സുസ്ലോൺ ഇപ്പോഴത്തെ നിലയിൽ ഒരു പോസിറ്റീവ് ആയിട്ട് മൂവ് ചെയ്യുന്ന സ്റ്റോക്കാണ്. 2650 ആൻഡ് 24 ലെവൽ തീർച്ചയായിട്ടും ഒരു റീ എൻട്രി ലെവലാണ്. 30 ഇമ്മീഡിയറ്റ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. 30 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ 34 ലെവൽ വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. 22 ആൻഡ് 2050 കുറച്ചൊരു ലോവർ ലെവലാണ്. വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതായിരിക്കും സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. 28 സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ദെൻ GVK പവർ ആണ്. GVK പവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് GVK പോലെയുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അടുത്ത എൻട്രി ലെവൽ 1650 ആൻഡ് 1550 രണ്ട് എൻട്രി ലെവലാണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. 19 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ കുറച്ച് 22-24 ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ സെലാൻ എക്സ്പ്ലോറേഷൻ ആണ്. ഫണ്ടമെൻ്റലി സൗണ്ട് ആണ്. 255 ആൻഡ് 245 ലെവൽ വരുമ്പോൾ മാത്രം നിക്ഷേപത്തിന് പരിഗണിക്കുക. അതൊരു മേജർ സപ്പോർട്ട് സോൺ തന്നെയാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചൊരു ഹയർ ലെവൽ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ റെസിസ്റ്റൻസ് 300 ആണ്. ദെൻ പവർ ഗ്രിഡ് ആണ്. പവർ ഗ്രിഡ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആണ്. 101 ആൻഡ് 94 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ്. 114 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പെട്രോനെറ്റ് LNG ആണ്. പെട്രോനെറ്റ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആണ്. 150 ആൻഡ് 135 ലെവൽ വരുമ്പോൾ മാത്രം റീറ്റെയിൽ നിക്ഷേപകർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിലും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ രണ്ട് ലെവൽ എൻട്രി ലെവൽ തന്നെയാണ്. 179 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ മണപ്പുറം ഫിനാൻസ് ആണ്. 40 ആൻഡ് 36. മണപ്പുറം ഫിനാൻസ് ചില ഇഷ്യൂസ് മാനേജ്മെൻറ്റ് ലെവലിലെ ഇഷ്യൂ നിലനിൽക്കുന്നതുകൊണ്ടാണ് സ്റ്റോക്ക് കുറച്ചൊരു ലോവർ ലെവലിലേക്ക് വന്നത്. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി സ്റ്റോക്കിൽ സംഭവിച്ചു. മാനേജ്മെൻറ്റ് വളരെ ക്ലാരിറ്റിയുള്ള മാനേജ്മെൻ്റ് ആണ്. ആ ഒരു ബിസിനസ് മോഡലും വളരെ നല്ലതായതുകൊണ്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. അടുത്തൊരു എൻട്രി ലെവൽ 40 ആൻഡ് 36. ലാസ്റ്റ് വീക്ക് 3850 വന്നതിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ലഭിച്ചു. ഇനി വീണ്ടും മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 40 ആൻഡ് 36 ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു എൻട്രി അഡ്വൈസബിൾ ആണ്. 50 ആണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 630 ആൻഡ് 598 ഈ 600 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലാണ്. 717 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിന് സ്റ്റോക്ക് സെലക്ഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കുകൾ ഈ ലെവൽ വരുമ്പോൾ മാത്രം നിക്ഷേപത്തിന് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് ചെറിയൊരു കറക്ഷന് കൂടെ സാധ്യതയുണ്ട്. ആ ഒരു കറക്ഷൻ വരുമ്പോൾ ഈ സ്റ്റോക്കുകൾ ഈ ലെവൽ വരുമ്പോൾ നിക്ഷേപത്തിന് പരിഗണിക്കാം. ബഡ്ജറ്റ് വന്നതിന് ശേഷം പോസിറ്റീവായിട്ടുള്ള കുറച്ച് സ്റ്റോക്കിനെ കുറിച്ചാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അത് കുറച്ച് സ്റ്റോക്കുകളുടെ റെക്കമെൻഡേഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട്
സ്റ്റോക്ക് IRB ഇൻഫ്രയാണ്. IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. IRB ഇൻഫ്ര ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 198 ലെവലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 184 ആൻഡ് 168 ഇത് റീറ്റെയിൽ നിക്ഷേപകർക്ക് വേണ്ടി ബഡ്ജറ്റിന് ശേഷമുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. ഈ ഒരു ലെവൽ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ ബൈ അഡ്വൈസബിൾ ആണ്. 184 168 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു ലെവൽ ബൈ അഡ്വൈസബിൾ ആണ്. ദെൻ IDFC ആണ്. IDFC കറണ്ട് ലെവൽ 145 ലെവലാണ്. 135 ആൻഡ് 124 രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഈ ഒരു ലെവൽ വരുമ്പോൾ നിക്ഷേപത്തിന് പരിഗണിക്കാം. 161 ആണ് ഈ സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. ദെൻ റിലയൻസ് പവർ ആണ്. കറണ്ട് ലെവൽ കുറച്ചൊരു ഹയർ ലെവലാണ്. മാർക്കറ്റ് വാച്ച് 75-80 ലെവൽ സ്ട്രോങ് റെക്കമെൻഡേഷൻസ് കൊടുത്താണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലാണ്. പക്ഷേ പവർ സെക്ടറൊക്കെ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കാണിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും ഈ സ്റ്റോക്ക് റിലയൻസ് പവർ ഒരു ലോവർ വാല്യൂവിലാണ് ട്രേഡിംഗ് നടക്കുന്നതുകൊണ്ട് റീറ്റെയിൽ നിക്ഷേപകർക്ക് നിക്ഷേപത്തിന് പരിഗണിക്കാം. 122 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ. 108 വരുമ്പോൾ സേഫായിട്ട് ഒരു എൻട്രി. 110 108 ലെവൽ സേഫായിട്ടുള്ള ഒരു റീ എൻട്രി ലെവലായിട്ട് പരിഗണിക്കാം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. 147 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ നവനീത് പബ്ലിക്കേഷൻസ് ആണ്. 58 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ഫണ്ടമെന്റലി സൗണ്ടാണ്. 53 ആൻഡ് 48 റീറ്റെയിൽ നിക്ഷേപകർക്ക് ഒരു എൻട്രി ലെവലായിട്ട് പരിഗണിക്കാം. 64 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ITC ആണ്. ITC പ്രതീക്ഷിച്ചത്രത്തോളം നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ ബഡ്ജറ്റിൽ ഉണ്ടായില്ല. തീർച്ചയായിട്ടും ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 216 ലെവലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 103 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ 192 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലാണ് റീറ്റെയിൽ നിക്ഷേപകർക്ക്. 232 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ മോട്ടോഴ്സ് ആണ്. എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയെങ്കിലും വലിയൊരു ഇമ്പാക്റ്റ് വരാനുള്ള സാധ്യത കുറവാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 287 ലെവലിലാണ്. കറണ്ട് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിച്ച് 260-250 ലെവൽ വരുമ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഒരു എൻട്രി അഡ്വൈസബിൾ ആണ്. 305 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ബഡ്ജറ്റിന് ശേഷമുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. റീറ്റെയിൽ നിക്ഷേപകർക്ക് ഈ ഒരു ലെവൽ വരുമ്പോൾ നിക്ഷേപത്തിന് പരിഗണിക്കാം. IRB ഇൻഫ്ര, IDFC, റിലയൻസ് പവർ, നവനീത് പബ്ലിക്കേഷൻസ് ആൻഡ് ITC ആൻഡ് ടാറ്റ മോട്ടോഴ്സ് ഈ സ്റ്റോക്കുകൾ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഈ ഒരു ലെവൽ വരുമ്പോൾ നിക്ഷേപത്തിന് റീറ്റെയിൽ നിക്ഷേപകർക്ക് പരിഗണിക്കാം. നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് ഗ്ലോബൽ ന്യൂസുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിനനുസരിച്ച് മൂവ് ചെയ്യാനാണ് സാധ്യത. കാരണം മേജർ ന്യൂസുകളെല്ലാം തന്നെ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. മേജർ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 5200 ആണ്. 5050 to 5200 എന്ന് പറയുന്ന സപ്പോർട്ട് സോൺ, 5500 to 5600 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ഈ ഒരു ലെവൽ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം.